45 അധ്യായം. ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം. അത് 25,000 മുഴം നീളവും 20,000 മുഴം വീതിയുമുള്ളതായിരിക്കണം. അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം. അതിൽ 500 മുഴം നീളവും 500 മുഴം വീതിയുമായി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ മന്ദിരത്തിനായിരിക്കണം. അതിന് ചുറ്റുപാട് 50 മുഴം സ്ഥലം വെളിമ്പ്രദേശമായി കിടക്കണം. ആ അളവിൽ നിന്ന് നീ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും അളക്കണം. അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരമുണ്ടായിരിക്കണം. അത് ദേശത്തിന്റെ വിശുദ്ധാംശമാകുന്നു. അത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തുവരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം. പിന്നെ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ളത് ആലയത്തിന്റെ ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം. വിശുദ്ധാംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വമായി 5,000 മുഴം വീതിയിലും 25,000 മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം. അത് ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയുമുള്ളതായിരിക്കണം. പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറോട്ടും കിഴക്കുവശത്ത് കിഴക്കോട്ടുമായിരിക്കണം. അതിന്റെ നീളം ദേശത്തിന്റെ പടിഞ്ഞാറേ അതിരു മുതൽ കിഴക്കേ അതിരുവരെയുള്ള അംശങ്ങളിൽ ഒന്നിനോടൊത്തിരിക്കണം. അത് ഇസ്രായേലിൽ അവനുള്ള സ്വത്തായിരിക്കണം. എന്റെ പ്രഭുക്കന്മാർ ഇനി എന്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗൃഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ. സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ. എന്റെ ജനത്തോട് പിടിച്ചുപറിക്കുന്നത് നിർത്തുവിനെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഒത്ത തുലാസും ഒത്ത ഏഫായും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫായും ബത്തും ഒരു പ്രമാണമായിരിക്കണം. ബത്ത് ഹോമരിന്റെ 10 ഏഫ ഹോമരിന്റെ 10 അതിന്റെ പ്രമാണം ഹോമരിനൊത്തതായിരിക്കണം. ശേക്കൽ 1 20 ഗേരയായിരിക്കണം. 5 ശേക്കൽ 5 10 ശേക്കൽ 10 50 ശേക്കൽ ഒരു മനേ എന്നിങ്ങനെയായിരിക്കണം. നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ, ഒരു ഹോമർ കോതമ്പിൽ നിന്ന് ഏഫായുടെ 1/6 ഒരു ഹോമർ യവത്തിൽ നിന്ന് ഏഫായുടെ 1/6 കൊടുക്കണം. എണ്ണയ്ക്കുള്ള പ്രമാണം 10 ബത്ത് കൊള്ളുന്ന ഹോമരായ ഒരു കോരിൽ നിന്ന് ബത്തിന്റെ 10 കൊടുക്കണം. 10 ബത്ത് ഒരു ഹോമർ. പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രായേലിന്റെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറങ്ങളിലെ 200 ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശത്തെ സകല ജനവും ഇസ്രായേലിന്റെ പ്രഭുവിനു വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം. ഉത്സവങ്ങളിലും അമാവാസികളിലും ശബ്ബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു. ഇസ്രായേൽ ഗൃഹത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെയെടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ 4 കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടേണം. അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവനു വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തേണം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിന്റെ 7 ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനംപ്രതി അർപ്പിക്കണം. പാപയാഗമായി ദിനംപ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം. കാള 1-ന് 1 ഏഫായും ആട്ടുകൊറ്റൻ 1-ന് 1 ഏഫായും ഏഫ 1-ന് 1 ഹീനെണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം. 7-ാം മാസം 15-ാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ 7 ദിവസമെന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം.